ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC മാസ്റ്റർ ബ്ലാസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് ഗാന്ധിജിയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. നീലം കർഷകർക്ക് വേണ്ടി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാറാണ്. ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു സത്യാഗ്രഹമാണ്. കാരണം പ്രത്യേകിച്ച് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 1915 ഇന്ത്യയിൽ മടങ്ങിയെത്തുകയാണ്. അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാകുന്നത് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ PSC ചോദിക്കാറുണ്ട് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്നുള്ളത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ഓർത്തിരിക്കണേ. ചമ്പാരൻ സത്യാഗ്രഹം 1917 അത് ബീഹാറിലാണ്. ഇത് രണ്ടും ഓർത്തിരിക്കണം. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് ആരാൻ ചോദിക്കാറുണ്ട്. അത് രാജ്കുമാർ ശുക്ലയാണ്. ആരാണ്? രാജ്കുമാർ ശുക്ല. നമുക്കറിയാം 1916 ലക്നൗ സെഷൻ, അതായത് മിതവാദികളും തീവ്രവാദികളും മുസ്ലിംസ് എല്ലാം സൗഹൃദത്തിലായി ചേർന്ന ലക്നൗ സെഷൻ ഉണ്ട്. അന്ന് അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന അംബിക ചരൺ മജുംദാർ ആണ്. ഈ ഒരു INC മീറ്റിംഗിനിടയിൽ വെച്ചാണ് രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതങ്ങളെ പറ്റിയൊക്കെ ഗാന്ധിജിയോട് പറയുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം ചമ്പാരനിലേക്ക് ഒരു വിസിറ്റ് നടത്താൻ തീരുമാനിക്കുന്നതും. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ തടയുകയുണ്ടായി. അതായത് നിയമം മൂലം ഗാന്ധിജി വരുന്നതിന് തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആയിട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം കണക്കാക്കുന്നത്. അതായത് ആദ്യത്തെ നിയമലംഘനം. നമുക്കറിയാം മാസമായിട്ട് അദ്ദേഹം നിയമലംഘനം നടത്തിയത് 1930 ഉപ്പ് സത്യാഗ്രഹമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്ത്യ സമരചരിത്രത്തിലെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആയി കണക്കാക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. കാരണം അദ്ദേഹത്തോട് വരരുതെന്ന് നിയമം മൂലം പറഞ്ഞു. അദ്ദേഹം ആ നിയമത്തെ മറികടന്നുകൊണ്ട് വരികയാണ് ഉണ്ടായത്. പിന്നെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരൊക്കെയാണ് ഗാന്ധിജിയെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ അനുഗമിച്ചത്? അവർ ഇവരൊക്കെയാണ്: JB കൃപലാനി, നർഹരി പരേഖ്, ബ്രിജ് കിഷോർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ ഓർത്തിരിക്കേണ്ടത്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 1915 ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെപ്പറ്റി 1916 ലക്നൗ സെക്ഷനിൽ വെച്ചിട്ട് ഗാന്ധിജിയോട് അവതരിപ്പിക്കുന്നത് രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ ഇതിലേക്ക് വരുന്നത് തടഞ്ഞു. പക്ഷെ അദ്ദേഹം ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആയി കണക്കാക്കുന്നതും ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, അതുപോലെ ഗാന്ധിജിയെ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ അനുഗമിച്ചവർ JB കൃപലാനി, നർഹരി പരേഖ്, അതുപോലെ ബ്രിജ് കിഷോർ എന്നിവരാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലോ വെർ അറസ്റ്റഡ് ഫോർ ദർ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ്. ഏത് ആക്ടിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? ഉത്തരം റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് വെച്ചാൽ അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919 എന്നാണ്. അതായത് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടി ഒരു ടൂളായി ഉപയോഗിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളെ സംശയം തോന്നി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാൻ ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. സിഡ്നി റൗലറ്റ് എന്ന ആളാണ് ഇത് നിയമം കൊണ്ടുവന്നത്. സിഡ്നി റൗലറ്റ്, ആ പേരും ചോദിക്കാറുണ്ട്, സിഡ്നി റൗലറ്റ്. ഗാന്ധിജി ഈ നിയമത്തെ വിളിച്ചത് കരി നിയമം എന്നാണ്. എന്താണ് കരി നിയമം? ഗാന്ധിജി കരി നിയമം എന്ന് വിളിച്ച നിയമമാണ് റൗലറ്റ് ആക്ട്. ഓക്കെ, ഇത് നിലവിൽ വന്നത് 1919 മാർച്ച് മാസം 10-ാം തീയതിയാണ്. എന്നാണ് 1919 മാർച്ച് മാസം 10-ാം തീയതിയാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം. റൗലറ്റ് ആക്ടിന്റെ യഥാർത്ഥ പേര് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919. ഇനിയിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ പേരിൽ അറിയപ്പെടുന്ന ആക്ടിന്റെ കോമൺ നെയിം എന്താണ്? അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ ഇരിക്കരുത്, റൗലറ്റ് ആക്ട് തന്നെയാണ്. അപ്പം വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാനാണ് ഈ നിയമം അനുശാസിക്കുന്നത്. സിഡ്നി റൗലറ്റ്, ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് ഈ നിയമത്തിന് രൂപം നൽകിയത്. ഗാന്ധിജി ഇതിനെ കരി നിയമം എന്നാണ് വിളിച്ചത്. 1919 മാർച്ച് 10-നാണ് ഇത് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനെതിരായിട്ട് ഒരു സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കുന്നുണ്ട്. ആ സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? അത് ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. റൗലറ്റ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? അത് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട PSC റെഗുലറായി ചോദിക്കുന്ന ഒരു ചോദ്യം ഏത് വർഷമാണ് നടന്നതെന്നാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ആ ഡേറ്റ് ഓർത്തിരിക്കണം, ഏപ്രിൽ മാസം 13-ാം തീയതി. അതുപോലെ ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? ഇന്നത്തെ പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. പഞ്ചാബ്.
പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. പിന്നെ ഈ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജനറൽ റെജിനാൾഡ് ഡയർ എന്നാണ്. ഈ റെജിനാൾഡ് ഡയർ ആണ് ഈ ജാലിയൻ വാലാബാഗിൽ കൂടിച്ചേർന്ന ആളുകൾക്കെതിരെ നിറയൊഴിക്കാൻ ആവശ്യപ്പെട്ടത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ അന്ന് മരിച്ചു വീണ ആളുകളെ കൃത്യമായ ഒരു കണക്ക് പോലും അന്നത്തെ സർക്കാർ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഏകദേശം 379 പേർ മരിച്ചു വീണു എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്നത് 1000-ലധികം ആളുകൾ അന്ന് വെടിയേറ്റ് വീണിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ ആളുകൾ ഈ റൗലറ്റ് ആക്ടിനെതിരായി പ്രതിഷേധിക്കാൻ വേണ്ടി ഇത്രയധികം മാസമായിട്ട് കൂടിച്ചേർന്ന ഒരു സ്ഥലത്ത് നിന്നതെന്ന്? അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ പ്രധാനികൾ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലോ എന്നിവരായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരെയും 1919 ഏപ്രിൽ 10 അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. 1919 ഏപ്രിൽ 10 അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അപ്പൊ അതിനെ തുടർന്നാണ് ആളുകൾ ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ജാലിയൻ വാലാബാഗിലെ ഈ ഒരു ഗ്രൗണ്ടിൽ ഒത്തുചേർന്നത്. ഏകദേശം 2-2.5 ഏക്കറോളം ഭൂമി വരുന്ന സ്ഥലമാണ്. 4 വശവും കോട്ടകളാൽ ചുറ്റപ്പെട്ട് ചെറിയ ഒരു എൻട്രൻസ് മാത്രമുള്ള സ്ഥലമാണ്. അപ്പൊ ആ എൻട്രൻസ് അടച്ച് അവിടെ നിന്ന് പട്ടാളക്കാർ വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് മരിച്ചു വീണത്. ഓക്കെ, അപ്പൊ ഇതിനെ തുടർന്ന് പ്രധാനമായും ഒരുപാട് പേര് അവർക്ക് കിട്ടിയ ഓണേഴ്സ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകുകയുണ്ടായി. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ പ്രധാനി ടാഗോർ ആണ്. അദ്ദേഹത്തിന് ലഭിച്ച സർ പദവി തിരികെ നൽകിയുണ്ടായി. അതുപോലെ ചേറ്റൂർ ശങ്കർ നാരായൺ, ഇദ്ദേഹത്തെ നമ്മൾ മുൻപും കണ്ടു പരിചയമുണ്ട്. 1897 അമരാവതി സെഷനിൽ INC പ്രസിഡന്റായ ആദ്യ മലയാളിയും അവസാന മലയാളിയും കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചേറ്റൂർ ശങ്കരൻ നായരിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. അപ്പൊ ഈ റൗലറ്റ് ആക്ട് പാസ്സാക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ഏക ഇന്ത്യക്കാരെന്ന് പറയുന്നത് ആരാണ്? അത് ഈ ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്താ പറയാ, ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ചെയ്തത്. കാരണം അദ്ദേഹം കൂടി അനുകൂലിച്ചിട്ടാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നതും അതിനെ തുടർന്നാണ് ഈ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നതും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് അത് നയിക്കുന്നതും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ഓർത്തിരിക്കണം. ഇനി ഒരു ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1919 ഏപ്രിൽ 13. ആ ഡേറ്റ് പ്രത്യേകം ഓർത്തിരിക്കുക, 1919 ഏപ്രിൽ 13. അഞ്ചാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനറൽ റെജിനാൾഡ് ഡയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ജനറൽ റെജിനാൾഡ് ഡയർ. ഏത് രാജ്യത്തിനെതിരെ ഉണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തുർക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി അടക്കമുള്ള ശക്തികൾ പരാജയപ്പെടുകയും തുർക്കിയുടെ അധിപനായ അല്ലെങ്കിൽ ആഗോള മുസ്ലിമുകളുടെ തലവനായി കണക്കാക്കുന്ന ഖലീഫയെ ബ്രിട്ടീഷുകാർ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മുസ്ലിംസ് സംഘടിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിച്ചിരിക്കേണ്ടത്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Which of the following movement was closely connected with the Ali brothers? ഏതൊക്കെ അലി ബ്രദേഴ്സ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം 1919 ഒക്ടോബർ 17 ഏതാണ്? അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, അതായത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഇത്ര ഓർത്തിരിക്കണം. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 ഓൾ ഇന്ത്യ ഖിലാഫത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? 1920 നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ ഏത് ദിവസം? 1920 ഓഗസ്റ്റ് 1. ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന ബാലഗംഗാധര തിലക് മരണപ്പെടുന്ന ദിവസം കൂടിയാണ്. അദ്ദേഹം സ്വാഭാവികമായി മരണപ്പെടുകയായിരുന്നു. ആ ദിവസവും നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിച്ച ദിവസവും ഒരേ ദിവസം തന്നെ. അതുകൊണ്ട് തന്നെ PSC ഇങ്ങനെ ചോദിക്കാം, നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിച്ച ദിവസം മരണപ്പെട്ട ദേശീയ നേതാവാണ്? ഉത്തരം എന്താണ്? ബാലഗംഗാധര തിലക്കാണ്. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. നമ്മൾ പലരും വിചാരിക്കും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയോ ആണെന്ന്, അല്ലെങ്കിൽ മലബാർ ലഹളയാണ്. അതൊന്നുമല്ല. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തിനാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത്? ഗാന്ധിജിയായിട്ട് തുടങ്ങി, ഗാന്ധിജിയായിട്ട് പിൻവലിച്ചു. 1922 ഫെബ്രുവരി മാസം 4-ാം തീയതി ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷന് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയാവുന്ന കലാപകാരികൾ എന്ന് വേണമെങ്കിൽ തിരുത്തി വിളിക്കാവുന്ന ആളുകൾ തീയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചുട്ടുകൊന്നു. അവരൊരു പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഗാന്ധിജി വിഭാവന ചെയ്ത അഹിംസയിൽ ഊന്നിയ ഒരു സമരമാർഗമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഇനിയും തന്റെ അഹിംസയിൽ ഊന്നിയ സമരം നടത്താൻ തയ്യാറായിട്ടില്ല, പ്രാപ്തരായിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പൊടുന്നനെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായത്. അപ്പോൾ അതിനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹത്തിന് അഹിംസാ മാനദണ്ഡങ്ങളെ ലംഘിച്ചു എന്ന പേരിൽ പിൻവലിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഒരു തീവ്ര ദേശീയവാദിയായ സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തമായി വ്യാഖ്യാനിച്ചത്. ഇങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചെങ്കിലും ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ വർഷം തന്നെ 1922 മാർച്ച് മാസം 10-ാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിൽ താമസിപ്പിക്കുകയുണ്ടായി. യർവാദ ജയിൽ, അതും ചോദിക്കാറുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് അറസ്റ്റിലാക്കപ്പെട്ട ഗാന്ധിജി ഏത് ജയിലിലാണ് താമസിപ്പിക്കപ്പെട്ടത്? ഏതാണ്? യർവാദ ജയിൽ. പൂനെയിലെ യർവാദ ജയിലിലാണ് അദ്ദേഹം താമസിപ്പിക്കപ്പെട്ടത്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ആരാണ്? അത് ചെംസ്ഫോർഡ് ആണ്. ലോർഡ് ചെംസ്ഫോർഡ് ആണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി. ആ സമയം അവസാനിക്കുന്ന സമയത്ത് ഏൾ ഓഫ് റീഡിംഗ് ആണ്, റീഡിംഗ് പ്രഭു. ഇതും ഓർത്തിരിക്കണം. ആരംഭിക്കുമ്പോൾ ലോർഡ് ചെംസ്ഫോർഡ്, അവസാനിക്കുന്ന സമയത്ത് ലോർഡ് റീഡിംഗ് ആണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ? ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പിൻവലിക്കലാണ്. അതിന് കാരണമായി തീർന്ന ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി 4-ാം തീയതി പോലീസ് സ്റ്റേഷന് തീയിട്ടത്. അതിനെ തുടർന്ന് 1922 മാർച്ച് 10-ാം തീയതി യർവാദ ജയിലിലേക്ക് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടായി. പിന്നെ ചോദിക്കുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? അത് ലോർഡ് ചെംസ്ഫോർഡ് ആണ്. അവസാനിക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? അത് ലോർഡ് റീഡിംഗ് ആണ്. 10-ാമത്തെ ചോദ്യം, ഗാന്ധിജി വിഡ്രോ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഇൻ ദ ഇയർ ഏതാണ്? 1922. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 11-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലീഡേഴ്സ് വാസ് ദ ഫൗണ്ടർ ഓഫ് സ്വരാജ് പാർട്ടി. ആരാണ്? ഇതിൽ CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. ആരാണ്? ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന CR ദാസ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപവൽക്കരിക്കുന്നത്. 1923 ജനുവരി 1-ാം തീയതിയാണ് അവർ ഈ പാർട്ടി രൂപീകരിക്കുന്നത്. ഈ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചതും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പിൻവലിക്കലാണ്. അപ്പൊ അത് മാത്രമല്ല, മുഖ്യധാര കോൺഗ്രസുമായിട്ട് അവർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായി, പ്രത്യേകിച്ച് കൗൺസിൽ എൻട്രിയുമായി ബന്ധപ്പെട്ട്. അതായത് ഇവർ പറഞ്ഞത് നമ്മൾ ബ്രിട്ടീഷ് കൗൺസിലിൽ കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടെ വേണം പ്രൊട്ടസ്റ്റ് നടത്താൻ. പക്ഷേ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മറ്റുള്ള കോൺഗ്രസ് പറഞ്ഞത് നമ്മൾ കൗൺസിലിന്റെ പുറത്ത് നിന്നുകൊണ്ട് മറ്റുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ്. 1922 ഗയ സെഷനിൽ വെച്ചാണ് ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനം വന്നത്. 1922 ഗയ സെഷൻ, അതും PSC ചോദിക്കാറുണ്ട്. ഏത് കോൺഗ്രസ് സെഷനിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമായത്? അത് 1922 ഗയ സെഷനാണ്. ആ പേര് മറന്നു പോരും. ഓക്കെ, അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് നോക്കുക. ഇതിനകത്ത് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവാണ്. അപ്പൊ മോത്തിലാൽ നെഹ്റു ആൻസർ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ് കറക്റ്റ് ആൻസർ. അത് ചോദ്യത്തിലേക്ക് കിടക്കാം. ഹു വാസ് ദ മെയിൻ ഓർഗനൈസർ ഓഫ് ദ ബർദോളി സത്യാഗ്രഹ? ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ PSC ചോദിക്കുന്ന ചോദ്യമുണ്ട്, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷമാണ്? 1928 എന്തിനു വേണ്ടി? ഭൂനികുതി വർധനവിനെതിരായിട്ടാണ് ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ ബർദോളിയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഭൂനികുതി വർധനവാണ് ഇതിന് കാരണമായി തീർന്നത്. ഓർത്തിരിക്കാം, 1928 വർഷം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ബർദോളി ഗാന്ധി എന്നാണ്. ആരാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓർത്തിരിക്കണേ, വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തിന് സർദാർ എന്ന പേര് കൊടുക്കുന്നത് ഗാന്ധിജിയാണ്. അത് ഈ സമരത്തെ തുടർന്നാണ്. ഈ സമരത്തെ തുടർന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് ഗാന്ധിജി നൽകുന്നത്. അതും PSC ചോദിക്കാറുണ്ട്. സർദാർ എന്ന പദവി അല്ലെങ്കിൽ ആ പേര് വല്ലഭായ് പട്ടേലിന് നൽകിയത് ആര്? അത് ഗാന്ധിജിയാണ്. 14-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചത്? എന്നാൽ ഓപ്ഷൻ സി ആണ് 1930 ഏപ്രിൽ 6. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6-ാം തീയതി വരെയാണ് അദ്ദേഹം ദണ്ഡി യാത്ര നടത്തിയത്. സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ദണ്ഡി കടപ്പുറത്തേക്കാണ് അദ്ദേഹം നീങ്ങിയത്.
അദ്ദേഹം സഞ്ചരിച്ചത് 240 മൈൽ അല്ലെങ്കിൽ 385 കിലോമീറ്റർ ആണ്. ഇതും PSC കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജി എത്ര ദൂരമാണ് സഞ്ചരിച്ചതെന്ന്. അത് മൈലിൽ തരാം, കിലോമീറ്റർ തരാം. അപ്പൊ രണ്ടിലും പഠിച്ചിരിക്കണം. 240 മൈൽ അല്ലെങ്കിൽ 385 കിലോമീറ്റർ. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ദണ്ഡി യാത്രയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരാൻ ചോദിക്കാറുണ്ട്. ഉത്തരം കമലാദേവി ചതോപാധ്യായാണ്. ആരാണ്? കമലാദേവി ചതോപാധ്യായ. കമലാദേവി ചതോപാധ്യായാണ് ദണ്ഡി യാത്രയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനി മലയാളികളും ഈ ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണത്? സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ് പൊതുവാൾ, ടൈറ്റസ്. ഈ 4 പേരാണ് ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. അതുകൊണ്ട് ഈ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണം. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ് പൊതുവാൾ, ടൈറ്റസ്. ഈ 4 പേരും ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികളാണ്. ഓക്കെ, അപ്പോൾ ദണ്ഡി യാത്രയെ പറ്റി എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 6 അവസാനിക്കുന്നതാണ് ദണ്ഡി യാത്ര. സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ദണ്ഡി കടപ്പുറത്താണ് ഇത് അവസാനിച്ചത്. ഇനി കേരളത്തിലും ഇതിനെ തുടർന്ന് ഉപ്പുകുറുക്കൽ നടന്നു. കേരളത്തിൽ പയ്യന്നൂരാണ് കേരള ഗാന്ധി കേളപ്പന്റെ നേതൃത്വത്തിൽ. പിന്നെ ചോദിക്കുന്നത്, തമിഴ്നാട്ടിൽ ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതെന്ന്? ആരാണ്? അത് സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരി. 15ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സൂര്യ സെൻ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇവന്റ് ഇൻ ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ഏതാണ്? ചിറ്റഗോങ് ആർമർ റെയ്ഡ് ആണ് സൂര്യസെൻ. സൂര്യസെന് 1930 ഏപ്രിൽ 18 ചിറ്റഗോങ്ങിലെ ഒരു ആയുധപ്പുര കൊള്ളയടിച്ചത്. അപ്പൊ അതിന്റെ ന്യൂസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പരക്കാതിരിക്കാണ്ട് അദ്ദേഹം വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അതിൽ അനുഗമിച്ച 2 വനിതകളുണ്ട്. പ്രീതിലത വടേദാർ, കൽപ്പന ദത്ത എന്നിവരാണ്. ഇവരുടെ പേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിറ്റഗോങ് ആർമർ റെയ്ഡുമായി ബന്ധപ്പെട്ട വനിതകൾ പ്രീതിലത വടേദാർ, കൽപ്പന ദത്ത്. ഈ പ്രീതിലത വടേദാറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതിലത വടേദാർ. അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കണം? 1930 ഏപ്രിൽ 18 ചിറ്റഗോങ് ആർമർ റെയ്ഡ് നടത്തിയത്. അതായത് അവിടുത്തെ ആയുധപ്പുര സൂര്യാസെന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊള്ളയടിച്ചത്. അതിൽ കൽപ്പന ദത്തും പ്രീതിലത വടേദാറുമുണ്ട്. പ്രീതിലത വടേദാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഉറുദു പോയിറ്റ് ഹു വാസ് ദി റെപ്രസെന്റേറ്റീവ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്? ഓർക്കണേ, 2ാമത്തെയും 3ാമത്തെയും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ റെപ്രസെന്റേറ്റീവായ ഉറുദു പോയറ്റ് ആരാണ്? അത് ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ ആണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടന്ന വർഷമാണ് 930, 31, 32 വർഷങ്ങളിലാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഈ 3 കോൺഫറൻസുകൾ നടന്നത് ലണ്ടനിൽ വെച്ചാണ്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. ഓക്കെ, 1ലും 3ലും ഗാന്ധിജി പങ്കെടുക്കുന്നില്ല. 3ലും പങ്കെടുത്ത ഒരു ഇന്ത്യക്കാരെന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ആരാണ്? ജോർജ് 5-മനാണ് ബ്രിട്ടീഷ് രാജാവ്, ജോർജ് 5-മൻ. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷൻ ആരാണ്? അത് റാംസെ മക്ഡൊണാൾഡ് ആണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പം 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. 930, 31, 32. അതിൽ 31-ൽ മാത്രമേ കോൺഗ്രസും ഗാന്ധിജിയും പങ്കെടുത്തിട്ടുള്ളൂ. 2ാം വട്ടമേശ സമ്മേളനം. ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജാവ് എന്ന് പറയുന്നത് ജോർജ് 5-മനാണ്. ഇതിന്റെ അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് ആണ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇതുകൂടാതെ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഭാരതീയ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരാൾ പങ്കെടുക്കുകയുണ്ടായി. അതാരാണ്? അതും PSC ചോദിച്ചിട്ടുണ്ട്. അത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയി ഓർത്തിരിക്കുക. സരോജിനി നായിഡു ഭാരതീയ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സരോജിനി നായിഡു ആണ്. അടുത്ത ചോദ്യം, 934-ൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം JP ആണ്, ജയപ്രകാശ് നാരായണൻ. ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണനാണ് 934-ൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് വഴിവെച്ചത് റഷ്യൻ വിപ്ലവമാണെന്ന് പറയാം. അപ്പൊ ഈ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. നെഹ്റു അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് 934-ലെ ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ തീരുമാനം വന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ JP ആയിരുന്നെങ്കിലും അതിലെ പ്രധാന മെമ്പേഴ്സ് എന്ന് പറയുന്നത് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അരുണ ആസിഫ് അലി എന്നിവരാണ്. അപ്പൊ
അപ്പൊ PSC ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്നവയിൽ ആരൊക്കെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെഹ്റുവിനെയും ബോസിനെയും മരണ ആസിഫിനെയും മറക്കരുത്. അവരെല്ലാം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ മെമ്പേഴ്സ് ആണ്. ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ് ജയപ്രകാശ് നാരായണൻ അല്ലെങ്കിൽ JP. 1934 അത് രൂപീകരണമാകുന്നത് ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. 18ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1942 ഓഗസ്റ്റ് മാസം 9-ാം തീയതി. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമ്മേളനത്തിന്റെ പ്രമേയം പാസാക്കിയ ഒരു കോൺഗ്രസ് സമ്മേളനമുണ്ട്. അത് നടന്നത് ബോംബെയിൽ വെച്ചാണ്. അത് ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് ഏത് കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ്? ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. എവിടെയാണ്? ബോംബെ. അത് അവതരിപ്പിച്ച ആരാൻ ചോദിക്കാറുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഒരു മന്ത്രം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ മന്ത്രം വരുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യം ഓർത്തിരിക്കണം? 1942 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. അത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഡു ഓർ ഡൈ എന്ന ഗാന്ധിജിയുടെ മന്ത്രം വരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ്. ഇനിയും തീർന്നിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാൻ ചോദിക്കാറുണ്ട്. ഉത്തരം ലോർഡ് ലിൻലിത്ഗോ പ്രഭു ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലിൻലിത്ഗോ പ്രഭു ആണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോഴത്തെ ഇന്ത്യയിലെ വൈസ്രോയ് എന്ന് പറയുന്നത്. അതുകൂടാതെ ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ഫോം ചെയ്ത് ആരാൻ ചോദിക്കാറുണ്ട്. മറക്കരുത്, യൂസഫ് മെഹർ അലിയാണ് ആ വേർഡ് ഫോം ചെയ്തത്. ഏത്? ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ഫോം ചെയ്ത് യൂസഫ് മെഹർ അലിയാണ്. അതുപോലെ ചോദിക്കാറുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു. അത് അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജി എവിടെയാണ്, ഏത് ജയിലിലാണ് അടച്ചത്? ആക്ച്വലി അദ്ദേഹത്തെ ആഖാഖാൻ കൊട്ടാരത്തിലാണ് തടവിലാക്കിയത്. അതും PSC ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ട് മുമ്പായി ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ആഖാഖാൻ കൊട്ടാരത്തിലാണ്. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ INS തൽവാറിലാണ്. INS തൽവാറിലാണ്. എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ബോംബെയിലാണ്. ബോംബെ, അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ. ബോംബെയിൽ നങ്കൂരമിട്ടിരുന്ന INS തൽവാർ എന്ന കപ്പലിലാണ് നാവിക കലാപം അരങ്ങേറുന്നത്. ഇതിന്റെ ഡേറ്റ് ചോദിക്കാറുണ്ട്. ഫെബ്രുവരി 18-ാം തീയതി. 1946 ഫെബ്രുവരി 18-നാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ഗാന്ധിജിയും ജിന്നയും അടക്കമുള്ള ആളുകളൊന്നും ഇതിനെ പിന്തുണച്ചിട്ടില്ല. നാവിക കലാപത്തെ പിന്തുണച്ച ഏക പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അപ്പൊ നാവിക കലാപവുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1946 ഫെബ്രുവരി 18-ാം തീയതിയാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ബോംബെയിൽ തമ്പടിച്ചിരുന്ന INS തൽവാർ എന്ന കപ്പലാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും ഒന്നും സപ്പോർട്ട് ഇല്ലായിരുന്നു അവർക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ നാവിക കലാപത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്തത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ക്വസ്റ്റൻ ആണ്. ഷിംല എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ സൈൻഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ്? 1972 ആണ്. 1972 ജൂലൈ 2-ാം തീയതിയാണ് ഷിംല എഗ്രിമെന്റ് ഒപ്പുവയ്ക്കപ്പെടുന്നത്. ഈ ഡേറ്റ് ഓർത്തിരിക്കണം. 1972 ജൂലൈ 2-ാം തീയതിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോ, ബെനസീർ ഭൂട്ടോയുടെ ഒക്കെ പിതാവായ സുൽഫിക്കർ അലി ഭൂട്ടോയാണ് പാകിസ്ഥാന് വേണ്ടി ഷിംല കരാറിൽ ഒപ്പുവെച്ചത്. നമുക്കറിയാം ബംഗ്ലാദേശിന്റെ രൂപീകരണം ഒക്കെ ബന്ധപ്പെട്ട യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ആ യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ടുള്ള കരാറാണ് ഷിംല കരാർ. 1972 ജൂലൈ 2. ഓക്കെ. 22ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ ഗാന്ധിജീസ് ഫേമസ് വർക്ക് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് ബിലോങ്സ് ടു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓട്ടോബയോഗ്രഫി. ഗാന്ധിജിയുടെ ആത്മകഥയാണ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ചോദിക്കാറുണ്ട്. 1869 മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1869 മഹാത്മാഗാന്ധി ജനിച്ചത് എന്നുകൂടി ഓർക്കുക. 1869 ഒക്ടോബർ 2-ാം തീയതി. ഓക്കെ. ഗാന്ധിജിയുടെ ആത്മകഥ പ്രതിപാദിക്കുന്ന കാലഘട്ടം ഏത്? 1869 മുതൽ 1921 വരെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഓക്കെ. മലയാളത്തിലേക്ക് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ എഴുതപ്പെട്ട ഭാഷ ഗുജറാത്തിയാണ്. ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്. ഗുജറാത്തി ഭാഷയിൽ അതിന്റെ പേര് ഇതാണ്, സത്യാന പ്രയാഗോ. അത് ഓർത്തിരിക്കണം. ഗുജറാത്തി ഭാഷയിൽ അതിന്റെ പേര് സത്യാന പ്രയാഗോ. ഇനി PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? മഹാദേവ് ദേശായി ആണ്. മഹാദേവ് ദേശായി.
ഇതും ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടം 1869 മുതൽ 1921 വരെയാണ്. ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഗുജറാത്തി ഭാഷയിലാണ് ഒറിജിനലായിട്ട് എഴുതപ്പെട്ടത്. ഗുജറാത്തി ഭാഷയിൽ അതിന്റെ പേര് സത്യാന പ്രയാഗം എന്നാണ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇന്ത്യൻ സ്ട്രഗിൾ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് ഓട്ടോബയോഗ്രഫി ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. അടുത്ത ചോദ്യം. ഹു ഈസ് നോൺ ആസ് മദർ ഓഫ് ഇന്ത്യ റവല്യൂഷൻ? ആരാണ്? മാഡം ബിഗാജി കാമയാണ് മദർ ഓഫ് ഇന്ത്യ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മാഡം ബിഗാജി കാമ. ഈ മാഡം ബിഗാജി കാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിഗാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റുവട്ട്ഗർട്ടിൽ വെച്ചാണ് അദ്ദേഹം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്. അതുകൂടാതെ 1905 പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? മാഡം ബിഗാജി കാമയുടെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗ്രഡിലാണ്. അതുകൂടാതെ 1905 പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി എന്ന് പറയുന്നത് വാഞ്ചി അയ്യരാണ്. ആരാണ്? വാഞ്ചി അയ്യർ. അദ്ദേഹം പറഞ്ഞതാണ്, വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നാണ്. ഓക്കെ, ഇത് പറഞ്ഞതും ആരാണ്? മാഡം ബിഗാജി കാമയാണ്. അപ്പോൾ മദർ ഓഫ് ഇന്ത്യ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന മാഡം ബിഗാജി കാമയാണ്. ഇത് 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തവണത്തെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക്. അതുകൊണ്ട് തന്നെ ക്ലാസ് മിസ്സാവാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക്